ഏവർക്കും എമ്മിയുടെ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ LDFന് 21,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ LDF ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 2 പഞ്ചായത്തുകളിൽ UDFന് മുൻതൂക്കം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ LDFന് ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുണ്ട്. ലഭിച്ച വാർഡുകളുടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ 8 പഞ്ചായത്തുകളും LDF ആണ് ഭരിക്കുകയെങ്കിലും 2 പഞ്ചായത്തിൽ വോട്ടിംഗ് നിലയിൽ UDFനാണ് മുൻതൂക്കം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് മട്ടന്നൂർ മണ്ഡലത്തിൽ വിജയിച്ച KK ശൈലജ ആയിരുന്നു. 60,963 വോട്ടായിരുന്നു തൊട്ടടുത്ത എതിരാളിയായ ഇല്ലിക്കൽ അഗസ്തിയോടുള്ള ഇവരുടെ ഭൂരിപക്ഷം. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചതോടെ മട്ടന്നൂർ മണ്ഡലത്തിൽ LDFന്റെ ഭൂരിപക്ഷം 3034 ഇടിഞ്ഞു. ഇത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 21,000-ൽ പരമായി വർദ്ധിച്ചിരിക്കുകയാണ്. മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും 2022 തെരഞ്ഞെടുപ്പിലെ വോട്ടുകളും തുടർന്ന് ടൗൺ വാർഡ് കൗൺസിലർ കോൺഗ്രസിലെ KV പ്രശാന്തൻ മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി A മധുസൂദനൻ വിജയിച്ചപ്പോൾ ഉണ്ടായ വോട്ടുകളും വിലയിരുത്തിയാൽ മട്ടന്നൂർ നഗരസഭയിൽ LDFന് 4,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ഇത് ഉൾപ്പെടെയാണ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ 21,000-ൽ പരം വോട്ടിന് LDF മുന്നിട്ട് നിൽക്കുന്നത്. മാങ്ങാട്ടിടത്തിൽ 7,000-ഓളം വോട്ടുകളും കൂടാളിയിൽ 1,500-ഓളം വോട്ടുകളും ചിറ്റാരിപ്പറമ്പിൽ 4,600-ൽ പരം വോട്ടുകളും കീഴല്ലൂരിൽ 1,000-ൽ പരം വോട്ടുകളും മാലൂരിൽ 2,500-ൽ പരം വോട്ടുകളും തില്ലങ്കേരിയിൽ 1,400-ൽ പരം വോട്ടുകളും LDFന് കൂടുതലായുണ്ട്. എന്നാൽ കോളയാട് 500-ഓളം വോട്ടുകളും പടിയൂർ കല്യാടിൽ 100-ഓളം വോട്ടുകളും UDFന് കൂടുതലുണ്ട്. ഇതൊക്കെ വിലയിരുത്തിയാൽ LDFന് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ 21,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലവിലുള്ളത്. സത്യം പറഞ്ഞ ടോപ്പ് വെൽ എത്തിയപ്പോഴാ എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ എലഗന്റ് അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിലങ്ങ് ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.